ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ മേഖല വളർച്ചയുടെ പാതയിലാണ്. 2031ഓടെ 22,480 മെഗാവാട്ട് ശേഷി ലക്ഷ്യമിടുന്നതോടൊപ്പം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 4,780 മെഗാവാട്ടിൽ നിന്ന് 8,081 മെഗാവാട്ടായി ഇരട്ടിയാക്കിയതും രാജ്യത്തിന്റെ ഊർജ്ജക്ഷമതയിലുണ്ടാക്കിയ വലിയ നേട്ടങ്ങളിലൊന്നാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ നിർമ്മാണം, വികസനം, സാങ്കേതിക സേവനങ്ങൾ എന്നിവയിൽ പങ്കാളികളായ കമ്പനികൾ വിപണിയിൽ പ്രത്യേക പ്രാധാന്യം നേടിവരികയാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇവ വാഗ്ദാനകരമാക്കുന്നു. ന്യൂക്ലിയർ പവർ മേഖലയിൽ മികച്ച പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയൽ ടെക്നോളജി കമ്പനിയുമാണ്. ഇത് ഇന്ത്യാ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഖനവ്യവസായ മന്ത്രാലയത്തിന്റെ ഭരണപരമായ നിയന്ത്രണമുണ്ട്. സോവിയറ്റ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ 1956 സ്ഥാപിതമായ BHEL ന്യൂഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യയിലെ ഹെവി ഇലക്ട്രിക്കൽ ഉപകരണ വ്യവസായത്തിന് തുടക്കമിട്ടു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 63.17%, FAI 9.48%, DAI 14.69%, പബ്ലിക് 12.65%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 218, ഏണിംഗ് പെർ ഷെയർ 0.81, റേഷ്യോസ് 1.15. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 390, 52 വീക്സ് ഹൈ 335, ലാസ്റ്റ് വീക്സ് ഹൈ 255. മഹാരത്ന പൊതുമേഖലാ സ്ഥാപനമായ BHEL ശുദ്ധമായ ഊർജ്ജത്തിലും അടിസ്ഥാന സൗകര്യ മേഖലയിലും സ്ഥിരമായ വളർച്ചയാണ് കാണിക്കുന്നത്. പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും ആണവോർജ്ജ പദ്ധതികളിലും ഇത് സജീവമായി പങ്കെടുക്കുന്നു. എനർജി ട്രാൻസ്മിഷൻ സെഗ്മെന്റിലെ ശക്തമായ സ്ഥാനം ഉയർത്തിക്കാട്ടിക്കൊണ്ട് HVC ടെർമിനൽ സ്റ്റേഷനുകൾക്കും മറ്റ് സാങ്കേതികവിദ്യകൾക്കുമായി കമ്പനി കരാറുകൾ നേടിയിട്ടുണ്ട്. സ്റ്റോക്ക് പ്രകടനം. കഴിഞ്ഞ ഒരു വർഷത്തിൽ BHELന്റെ ഓഹരികൾ 28% ഉയർന്നു. കഴിഞ്ഞ മാസത്തെ കാര്യമായ ബെയിങ് ഓർഡർ 10% നേട്ടമുണ്ടാക്കി. സമീപകാല സംഭവവികാസങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ മുകളിലേക്കുള്ള പാത തുടരാനുള്ള സാധ്യത കാണിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഓർഡർ ബുക്കും ക്ലീൻ എനർജി സംരംഭങ്ങളും നിക്ഷേപകരുടെ ബെയിങ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഹിറ്റാച്ചി എനർജിയുമായി ചേർന്ന് 6000 മെഗാവാട്ട് HVDC പ്രോജക്റ്റ് കരാർ നേടിയത് നവീന സാങ്കേതികവിദ്യയിലെ ഒരു വലിയ നേട്ടമാണ്. ഈ പദ്ധതി 2029ഓടെ പുനരുപയോഗ പ്രവർത്തന ലക്ഷ്യങ്ങൾ ആക്കാനും ഇന്ത്യൻ ഗ്രീൻ ഊർജ്ജ മേഖലയ്ക്ക് ഊർജ്ജം പകരാനുമുള്ള സുപ്രധാന പ്രവർത്തനമാണ്. ക്ലീൻ എനർജി സൊല്യൂഷനുകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം നിറവേറ്റുന്നതിനായി കമ്പനിയുടെ പോർട്ട്ഫോളിയോ, ടാലന്റ് ബേസ് ശേഷി എന്നിവ വിപുലീകരിക്കുന്നതിന് 2000 കോടി രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആണവോർജ്ജ നിലയങ്ങൾക്കുള്ള നിർണായക ഘടകങ്ങൾ വിതരണം ചെയ്യുന്നതിലെ വൈദഗ്ധ്യവുമായി യോജിപ്പിച്ച് 2031ഓടെ അതിന്റെ ആണവോർജ്ജ ശേഷി 22,480 മെഗാവാട്ടായി മൂന്നിരട്ടിയാക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ നിന്ന് പ്രയോജനം നേടാൻ BHEL തയ്യാറാണ്. ക്വാർട്ടർ ടു ഫലങ്ങൾ. വരുമാനം കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 5,125 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 28% വർധനയോടെ 6,584 കോടി രൂപയുടെ വരുമാനം BHEL റിപ്പോർട്ട് ചെയ്തു. ലാഭം മുൻവർഷത്തെ പാദത്തിലെ 58 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ അറ്റാദായം 106 കോടിയായി ഉയർന്നു. ഇത് ശക്തമായ പ്രവർത്തനക്ഷമത പ്രകടമാക്കുന്നു. തുടർച്ചയായ വളർച്ച. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് വരുമാനം 20% വർദ്ധിച്ചു. സ്ഥിരതയാർന്ന പ്രകടനം കാണിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. 1926 വ്യവസായിയായ സേത്ത് വാൽചന്ദ് ഹിരാചന്ദ് ആണ് കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ജലവൈദ്യുത ശേഷിയുടെ 29%,
ആണവോർജ്ജ ഉൽപാദന ശേഷിയുടെ 65%, 3800 കിലോമീറ്റർ റോഡുകളും എക്സ്പ്രസ് വേകളും, 375 പാലങ്ങളും, 337 കിലോമീറ്റർ സങ്കീർണമായ ടണലിംഗ് ഉൾപ്പെടെ ഇന്ത്യയുടെ ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും HCC നടപ്പിലാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 18.59%, FII 9.73%, DII 5.97%, പബ്ലിക് 65.69%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 488, ഏണിംഗ് പെർ ഷെയർ 3.16, റേഷ്യോസ് -283.8. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 118, 52 വീക്സ് ഹൈ 57, ലാസ്റ്റ് വീക്സ് ഹൈ 47. ഗതാഗതം, ജലവൈദ്യുതി, നഗര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സങ്കീർണമായ എഞ്ചിനീയറിംഗ് പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ നിർമ്മാണ മേഖലയിലെ ഒരു പ്രമുഖ സ്റ്റോക്കാണ് HCC. സാങ്കേതിക വൈദഗ്ധ്യവും കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാനുള്ള പ്രതിബദ്ധതയും കൊണ്ട് കമ്പനി ശക്തമായ പ്രശസ്തി നേടിയിട്ടുണ്ട്. സമീപകാല ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് സംരംഭം സാമ്പത്തിക സ്ഥിരതയിലും വളർച്ചയിലും അതിന്റെ ശ്രദ്ധയെ അടിവരയിടുന്നു. സ്റ്റോക്ക് പ്രകടനം. കഴിഞ്ഞ 12 മാസങ്ങളിൽ HCCയുടെ ഓഹരികൾ 65.82% ഉയർന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ മാത്രം 13.7% നേട്ടം. അതിന്റെ RSI 60.20. നടന്നുകൊണ്ടിരിക്കുന്ന ബുള്ളിഷ് ആക്കം പ്രതിഫലിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന ഓർഡർ ബുക്കും മഹാരാഷ്ട്രയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളുമായുള്ള കാര്യമായ എക്സ്പോഷറും കാരണം സ്റ്റോക്ക് ശ്രദ്ധ ആകർഷിച്ചു. ഇത് അതിന്റെ പോർട്ട്ഫോളിയോയുടെ 18% വരും. QIP പ്രഖ്യാപനം. HCC അതിന്റെ QIP തുറന്നത് ഒരു ഷെയറിന് 45.27 എന്ന നിലയിലാണ്. അടിസ്ഥാന ഇഷ്യൂ വലുപ്പം 400 കോടി ലക്ഷ്യമാക്കി. ഗ്രീൻ ഷൂ ഓപ്ഷൻ 600 കോടി വരെ സ്കെയിൽ ചെയ്യാം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സുസ്ഥിരത. BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശുഭാപ്തി വിശ്വാസം സൃഷ്ടിച്ചു. മഹാരാഷ്ട്രയുമായി ശക്തമായ ബന്ധമുള്ള HCC പോലുള്ള കമ്പനികൾക്ക് ഇത് ഗുണം ചെയ്തു. കടം കുറയ്ക്കൽ. കമ്പനി അതിന്റെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമായി കോർപ്പറേറ്റ് ഗ്യാരണ്ടികളും ആകസ്മിക ബാധ്യതകളും സജീവമായി കുറയ്ക്കുന്നു. ക്വാർട്ടർ ടു ഫലങ്ങൾ. 2025 സാമ്പത്തിക വർഷത്തിലെ ഏകീകൃത അറ്റാദായം 2024 സാമ്പത്തിക വർഷത്തിലെ 2.80 കോടി രൂപയിൽ നിന്ന് 63.93 കോടി രൂപയായി ഉയർന്നു. വരുമാനം 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ ടുലെ അറ്റ വിൽപ്പന 1406 കോടിയാണ്. ഇത് 23% ഇടിവ് പ്രതിഫലിപ്പിച്ചു. മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ കാരണം പ്രോജക്റ്റ് നിർവഹണത്തിലെ വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടുന്നു. ഓർഡർ ബുക്ക്. ഗതാഗതം, ജലവൈദ്യുത, ജലപദ്ധതികൾ എന്നിവയിലുടനീളം വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ ഉള്ള HCCക്ക് 9800 കോടിയുടെ ശക്തമായ ഓർഡർ ബുക്ക് ഉണ്ട്. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഗതാഗതത്തിലും ജലവൈദ്യുതത്തിലും മുതലെടുക്കാൻ HCCക്ക് നല്ല സ്ഥാനമുണ്ട്. കടം കുറയ്ക്കൽ, QIP വഴിയുള്ള തന്ത്രപരമായ മൂലധന സമാഹരണം, ശക്തമായ ഓർഡർ പുസ്തകം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിലെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നു. മഹാരാഷ്ട്ര പോലുള്ള പ്രധാന വിപണികളിലെ രാഷ്ട്രീയ സ്ഥിരതയും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നയപരമായ പിന്തുണ വർദ്ധിക്കുന്നതും HCCയുടെ സാധ്യതകൾ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ നല്ല ഒരു ബെയിങ് ഓപ്ഷൻ ആണ് HCC. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. BHELഉം HCCയും ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവോർജ്ജ മേഖലയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് സ്ട്രോങ് ആയി നിലകൊള്ളുന്നു. ഇത് വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങളും ശുദ്ധമായ ഊർജ്ജത്തിനായുള്ള സർക്കാർ സംരംഭങ്ങളും വഴി നയിക്കപ്പെടുന്നു.
ആണവോർജ്ജ ഘടകങ്ങളിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള BHEL, ന്യൂക്ലിയർ അസൈൻമെന്റുകൾ ഉൾപ്പെടെ സങ്കീർണമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ഉള്ള HCC വരാനിരിക്കുന്ന അവസരങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കും. ന്യൂക്ലിയർ സിവിൽ സെഗ്മെന്റിൽ 150-200 ബില്യൺ വാർഷിക അവസരങ്ങൾ HCC ലക്ഷ്യമിടുന്നതിനൊപ്പം രണ്ട് കമ്പനികളും ഗണ്യമായ വളർച്ചാ വഴികൾ പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ സംഭവവികാസങ്ങൾ ഇന്ത്യയുടെ ആണവോർജ്ജ വിപുലീകരണത്തിൽ പ്രബലമായ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള അവരുടെ സാധ്യതയെ അടിവരയിടുന്നു. ഈ സ്റ്റോക്കുകൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നല്ല ഒരു ബെയിങ് ഓപ്ഷനാണ്. Thank you.